ഗുഡ് മോർണിംഗ് സാർ. സാർ എന്താ അത് എല്ലാരും അകത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞു. ആര്? ഞാനാ. ഫാക്ടറി ലോക്കൗട്ടിലാ. ഓൾറെഡി ലേബേഴ്സ് പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ലേബേഴ്സ് ആരും അകത്തേക്ക് വരരുത്. ഫാക്ടറി ചീഫ് സെക്യൂരിറ്റി ഓഫീസറായ നിങ്ങൾക്ക് മാത്രം അകത്തേക്ക് പോവാം. അല്ല, എന്താ ഇത്? നിങ്ങൾ പറഞ്ഞ ലേബർ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് MLA വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരില്ലാതെ എങ്ങനെയാ? സാർ, അവര് വരാൻ പറഞ്ഞത് നിങ്ങളെ മാത്രമാണ്. സാറിന് അകത്തേക്ക് പോവാം. പുതിയ പ്രപഞ്ചം, പുതിയ പ്രപഞ്ചം, പുതിയ പ്രപഞ്ചം താങ്കളെ സ്വീകരിക്കുന്നു. സ്വാഗതം. പറന്നു വരുവിൻ, മുൻപോട്ട് ചെല്ലുവിൻ, വരുവിൻ, വരുവിൻ മുകളിലേക്ക്. എന്താ താഴെ നിൽക്കുന്നത്? മുകളിലേക്ക് വരൂ. ഈ ഫാക്ടറി ജനങ്ങളുടേതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുന്ന പോലെയുണ്ടല്ലോ. ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് മാധവൻ സർ. ഈ ഏരിയയിലെ MLA ആണ് ഞാൻ. ജനങ്ങളുടെ സ്വത്ത് എന്റെ അല്ലേ? മുകളിലോട്ട് വരൂ, നമുക്ക് സംസാരിക്കാം. നമസ്കാരം മിലിറ്ററി മാധവൻ സർ. നമസ്കാരം. അതിശയം തോന്നുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ മിലിറ്ററി വിട്ടാലും പക്ഷെ മിലിറ്ററി നിങ്ങളെ വിട്ടില്ലെന്ന് തോന്നുന്നു. അവസാനം അത് നിങ്ങളുടെ പേരിനോടൊപ്പം തന്നെ ചേർന്നു. നിങ്ങളും സാധാരണയായ ആളൊന്നല്ല. പാതി നാട് തന്നെ വിഴുങ്ങിയത്രേ ജനങ്ങൾ പറയാ. എന്നെ പൊക്കലടാ, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വരാൻ പറഞ്ഞത്? നമ്മുടെ ജനങ്ങളെല്ലാം കൂടെ കൂട്ടി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നെന്ന് കേട്ടു. സത്യമാണ്? അതെ, അദ്ദേഹം എന്റെ സുഹൃത്താണ്. മിലിറ്ററിയിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ്. നല്ല കാര്യമാണ്. മിനിസ്റ്ററോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് നല്ല കാര്യമില്ല. 10 പെട്രോൾ ബങ്ക് വാങ്ങിച്ചോളൂ, പിന്നെ 4 ഫാക്ടറിക്ക് ലൈസൻസും വാങ്ങിച്ചോളൂ. നല്ലോണം സമ്പാദിച്ചോളൂ, സന്തോഷമായിട്ടിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു? 30 വർഷങ്ങൾക്ക് മുൻപ് ഈ ഫാക്ടറി സർക്കാരാണ് തുടങ്ങി വെച്ചത്. 2000 തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വ്യവസായികൾക്കും ലക്ഷക്കണക്കിന് കൃഷി തൊഴിലാളികൾക്കും അന്നം നൽകിയ കമ്പനിയാണത്. അങ്ങനെയുള്ള സ്വന്തം ഫാക്ടറിയെ നീ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടത്തിലാക്കി. സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന നിന്റെ അമ്മാവന്റെ വാക്കുകൾ കേട്ട് ഈ ഫാക്ടറി അങ്ങ് അടിച്ചു മാറ്റാമെന്ന് കരുതിയോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ തൊഴിലാളിയുമല്ല, തൊഴിലാളിയുടെ നേതാവുമല്ല. നിങ്ങളൊരു കൃഷിക്കാരനുമല്ല, ഒരു രാഷ്ട്രീയക്കാരനുമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ? ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത മഞ്ഞുമലയ്ക്ക് വേണ്ടി ജീവൻ നൽകി പോരാടി. എന്തിന്? ഈ ഭാരതമാതാവിന്റെ മേൽ അന്യന്റെ കാൽപാദം പതിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ സംരക്ഷിച്ച എന്റെ ഈ നാടിനെ നിന്നെപ്പോലുള്ളവർ കൊള്ളയടിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. നിനക്കെതിരായിട്ടുള്ള സാക്ഷികളും തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ ഈ സമയം അത് സെൻട്രൽ മിനിസ്റ്ററുടെ കയ്യിലെത്തും. നീ എന്താ പറഞ്ഞ? പോരാട്ടം എന്തിനു വേണ്ടിയാണെന്നോ? ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ളൂ. പോരാട്ടത്തിൽ നിന്നുമല്ല. പോരാട്ടം എന്റെ രക്തത്തിൽ കലർന്നതാണ്. ഒരു പ്രാവശ്യം പട്ടാളക്കാരനാകുന്ന വ്യക്തി മരിക്കും വരെ പട്ടാളക്കാരനായിരിക്കും. എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളതുവരെ ഈ ഫാക്ടറി നിനക്ക് കിട്ടില്ല. തഥാസ്തു. അങ്ങനെ തന്നെ ചെയ്യും. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാറ്. നീ ആണെങ്കിൽ എല്ലാരെയും വിളിച്ച് സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും പടക്കം പൊട്ടിക്കുന്നു. മിലിറ്ററിക്കാരന്റെ മോൻ മിലിറ്ററിയിലായിരിക്കണം എന്ന് പറഞ്ഞ ചേട്ടനെ മിലിറ്ററിയിലേക്ക് അയച്ചു. അവനാണെങ്കിൽ അവിടെ പടക്കം പൊട്ടിക്കുന്നു. അതിനെക്കുറിച്ച് നീ ഇവിടെ വീമ്പിളക്കുന്നു. എന്റെ ഒരേ ഒരു ചേട്ടൻ വീട്ടിലാത്തതിന്റെ വിഷമം എനിക്ക് മാത്രമേ അറിയൂ. എന്റെ വേദന ആര് മനസ്സിലാക്കാനാ? അവനേക്കാൾ വലിയ വാശിക്കാരനാ നീ. അച്ഛാ, അച്ഛാ. എന്താ മോളെ? എന്താ? ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ചെയ്യുന്ന അവിടെ? ചേട്ടന് കത്തെഴുതിക്കൊണ്ടിരിക്കാം മോളെ. ഓ, അതാ കാര്യല്ലേ? ഞാനും വിചാരിച്ചു. ശരീരം നന്നായി നോക്കണേന്ന് എഴുതിക്കൊള്ളണേ. മനസ്സിലായോ? ആ, ശരി. അയ്യോ, പൊട്ടിച്ചത് മതി. എന്റെ ചെവി വേദനിക്കുന്നു. എന്താ ചെയ്യുന്നേ? എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛാ, 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 അച്ഛാ,
അച്ഛൻ എന്തു പറ്റി? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഓടി വാ. അച്ഛാ, 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 അച്ഛാ. गुलशन में गुल खिलते हैं, गुलशना में मिलते हैं मैं और तू. ഇതെന്ത് സാധനമാ? എന്തേ? കാലത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ചു, ഇപ്പൊ കള്ളം കുടിച്ച് പാട്ടും പാടി നടക്കുന്നു. അത് വേറെ ഇത് വേറെ. ഇത് വേ അത് റേ. പ്രസിഡന്റ് മെഡൽ മേടിച്ചത് ഞാനല്ല. അറ്റൻഷൻ, സൺ ഓഫ് മിലിറ്ററി മാധവ് റാവ്, റിട്ടയർഡ് സുബേദാർ മേജർ. എന്നാൽ ഇപ്പൊ വെള്ളം അടിച്ചുകൊണ്ട് മെഹബൂബ ആ മെഹബൂബ, മെഹബൂബ ആ മെഹബൂബ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് ചണ്ടി ദ ഹീറോ. എങ്ങനെങ്കിലും ഞാൻ ഒരു സിനിമയിൽ ഹീറോ ആവും. എന്നിട്ട് ഓരോ സിനിമയിലും 2-3 ഹീറോയിന്റെ കൂടെ ഡാൻസ് കളിക്കും. എന്റെ നാട്ടിലെ ആരും എന്റെ പേര് പറഞ്ഞ് വിളിക്കാറില്ല. എന്ത് പറഞ്ഞ വിളിക്കുക? ഹീറോ എന്നാ വിളിക്കുന്നത്. പിന്നെ സിനിമയിലോട്ട് പോവാതെ എന്തിനാ മിലിറ്ററിയിലോട്ട് വന്നത്? സിനിമയിലെ ഹീറോ ഒക്കെ നിനക്ക് പിന്നെ ആവും. ആദ്യം നീ റിയൽ ഹീറോ ആവുന്ന എന്റെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പിന്നെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മിലിറ്ററി ജോയിൻ ചെയ്തു. വളരെ നല്ല കാര്യമാടാ. നിന്റെ ജീവൻ വകവയ്ക്കാതെയല്ലേ ഞങ്ങളുടെയൊക്കെ ജീവൻ നീ രക്ഷിച്ചത്. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മെഡലും വാങ്ങിച്ചു. നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ നീ റിയൽ ഹീറോ തന്നെയാ. ശരിയാണല്ലോ. ഈ മെഡൽ കൊണ്ട് ഞാൻ അച്ഛന് കൊടുത്താൽ അച്ഛൻ സന്തോഷിക്കല്ലേ? പിന്നല്ലാതെ 37 വർഷം മിലിറ്ററിയിൽ ജോലി ചെയ്ത് റിട്ടയർഡായ നിന്റെ അച്ഛന് കിട്ടിയിട്ടില്ല. നിനക്കൊരു കാര്യം അറിയോ? ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഈ മെഡൽ വാങ്ങിച്ച 34ാമത്തെ ആളാ നീ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്റെ അച്ഛന് 30 കൊല്ലത്തിൽ കിട്ടാത്ത എനിക്ക് 3 കൊല്ലത്തിൽ കിട്ടി. അപ്പൊ ഞാൻ ഗ്രേറ്റാ. എന്നാ അർജന്റായിട്ട് കൊണ്ടുപോയി എന്റെ അച്ഛന് കാണിച്ചു കൊടുക്കാം. ചണ്ടി, നിനക്ക് ടെലിഗ്രാം ഉണ്ട്? എന്താടാ? എന്താ അത്? ഫാദർ എക്സ്പയർഡ്. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ചണ്ടി, ചേട്ടാ. അച്ഛനെ നോക്കടാ, അച്ഛനെ നോക്കടാ, അച്ഛനെ എന്ത് പറ്റിയെന്ന് നോക്കടാ, നമ്മുടെ അച്ഛനെ നോക്കടാ. കല്ല് പോലെയുള്ള മനുഷ്യനായിരുന്നു. കിടക്കുന്നത് കണ്ടില്ലേ? ചേട്ടാ, ചേട്ടാ. ഡിസിപ്ലിൻ എന്ന് ക്ലാസ് എടുത്താൽ മാത്രം പോരാച്ചാ. ആദ്യം നമുക്കും ഉണ്ടാവണം ഡിസിപ്ലിൻ. സോൾജർ എന്ന് പറഞ്ഞാൽ താടി വളക്കാൻ പാടില്ല. എന്നാലും അച്ഛൻ ഇത്രയും മടി പാടില്ല കേട്ടോ. മടിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്ത് തരാം. ഒന്നുമില്ല അതൊക്കെ ചെയ്തു തരാം കേട്ടോ. സോൾജർ മോനെ ചണ്ടി, ഇപ്പൊ തന്നെ ലേറ്റായി. ശ്മശാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോണ്ട, നമുക്ക് സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോകാം. മോനെ, ഈ വസ്ത്രം മാറിയിട്ട് വരൂ. എന്തിനാ? ഇത് ധരിച്ചിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. എങ്കിലേ ആത്മാവിന് ശാന്തി കിട്ടൂ. നിങ്ങളെ ചരട് ഊരിയെ. ഈശ്വര, ഈ ചരടില്ലാതെ ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കും എന്റെ അച്ഛനും ഈ യൂണിഫോം. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താലേ എന്റെ അച്ഛന്റെ ആത്മയ്ക്ക് ശാന്തി കിട്ടും. ചടങ്ങ് തുടങ്ങാം. ഇവിടെ എന്താ കാര്യം? ശ്മശാനം പണിയാൻ വന്നതാണ്. അച്ഛന്റെ സമാധി വേറെ ആരും കെട്ടണ്ട, ഞാൻ തന്നെ കെട്ടും.
അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും ധൃതിയാ. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എടുത്തിട്ട് അടിക്കും. പിന്നെ തെറ്റെന്തല്ലാന്ന് മനസ്സിലാവുമ്പോ അനിയത്തിയുടെ അടുത്ത് പോയി കരയും. എന്നാ ഞാനത് കണ്ടു. ഡാ ചണ്ടി, നിന്നെ ഒരു വകയ്ക്ക് കൊള്ളില്ലാന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, ഒരു നല്ല കാര്യങ്ങളും ചെയ്തല്ലോ. ഇത് കണ്ടോ, എനിക്ക് കിട്ടിയ മെഡലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും പോയി. അത്രയ്ക്ക് ധൃതി ഉണ്ടായിരുന്നു. ഓട്ടയച്ചാ, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാ ഈ മെഡൽ എന്റെ അല്ല, അച്ഛൻ്റെതാണ്.